നേരറിയും നേരത്ത് എന്ന സിനിമ, അതിനെപ്പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാനിപ്പോൾ നേരറിയും നേരത്ത് എന്ന സിനിമ കണ്ട് പുറത്തിറങ്ങിയുള്ളൂ. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് ഗംഭീര സബ്ജക്റ്റാണ് കേട്ടോ. നമ്മളെല്ലാവരും ന്യൂജൻ കുട്ടികളാണ് കുറ്റം പറയും. അവരിപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണ്. പക്ഷെ അല്ല, ന്യൂജൻ കുട്ടികളുടെ ചിന്താഗതി അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് നേരറിയും നേരത്ത്. ഞാനത് കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരെല്ലാവരും പോയി കാണണം. ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അത് തിയേറ്ററിൽ പോയി കാണണം. കാരണം അങ്ങനെയൊരു സബ്ജക്റ്റാണത്. ഗംഭീര സബ്ജക്റ്റ്. പിന്നെ എന്താ പറയുക, ഇൻ്റർവ്യൂവിൽ വരെ കുറച്ചൊരു ഗ്യാപ്പ് തോന്നിയിട്ടുണ്ട്, ലാഗ് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ആ സബ്ജക്റ്റ് ഉണ്ടല്ലോ, ജനങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ന്യൂജനെ കുറ്റം പറയുന്ന രക്ഷിതാക്കളും പ്രായമുള്ളവരും എല്ലാവരും കാണേണ്ട ഒരു പടമാണത്. അത് കണ്ടിട്ട് നിങ്ങൾ പറയൂ ജിയ ചേച്ചി പറഞ്ഞത് തെറ്റല്ല, കാണേണ്ടതാണ് എന്ന്. അത്രയും ഗംഭീരമായിട്ട് അവരെടുത്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ പ്രോബ്ലം അതിൽ കാണുന്നുണ്ട്. കാരണം ബഡ്ജറ്റ് കുറഞ്ഞെടുത്ത പടമാണ്. പക്ഷേ സബ്ജക്റ്റ് എന്ന് പറയുന്ന സംഭവം നമ്മളത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ന്യൂജൻ കുട്ടികൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് അടിപൊളി സിനിമകളെല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ ഇത് അടിപൊളിയല്ല. ഇതിൻ്റെ ക്ലൈമാക്സ് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് അവരുടെ ഹൃദയം. ആ ഹൃദയം മനസ്സിലാക്കാൻ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം. ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഒരു പുരുഷൻ എന്ന് പറയുന്ന ആളുടെ ഹൃദയം മനസ്സിലാക്കുന്ന ചെറുപ്പക്കാരിയായ പെൺകുട്ടി, അതാണ് കഥ. അവിടെ പണമല്ല, ഹൃദയം കൊടുത്താൽ അത് ഹൃദയം തന്നെയാണ്. അത് ക്ലൈമാക്സ് കണ്ടാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ ഇടയിലൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇതെന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ക്ലൈമാക്സ് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ആ സബ്ജക്റ്റിനെ നമ്മൾ ആരാധിച്ചു പോയി. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. അത് ഞാനിപ്പോൾ അത് ഓൺലൈനിലിടാം, ഈ വീഡിയോ ഞാനിടാം. അതിൽ തന്നെ നിങ്ങൾ കമൻ്റായിട്ട് ഇട്ടോളൂ. ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവരും കണ്ട് എൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരും ഇത് കാണണം.